I want to invite your attention to John's Gospel, chapter 12. ആമേൻ. ഇന്നത്തെ വചനധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. And verses 1 onwards we read, then the 6 days before the Passover, Jesus came to Bethany, where Lazarus, who had been dead, whom he had raised from the dead. There they made him a supper, and Martha served, but Lazarus was one of those who had been at the table with him. Then Mary took a pound of very costly oil of spikenard, anointed the feet of Jesus, and wiped his feet with her hair, and the house was filled with the fragrance of the oil. ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ഒന്നാം വാക്യം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവൻ ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസത്തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. We have been going through this series, John's Gospel. Last week I spoke to you from chapter 10 about the Good Shepherd of Jesus Christ. യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റി നമ്മൾ 1-ാം അധ്യായം തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ 10-ാം അധ്യായത്തെ പറ്റിയാണല്ലോ നാം ആഴമായി ചിന്തിച്ചത്. And you might think, why did I skip chapter 11 and go to 12? That is intentional. എന്തുകൊണ്ടാണ് ഞാൻ 11-ാം അധ്യായത്തെ വിട്ടുകൊണ്ട് 12-ാം അധ്യായത്തിലേക്ക് പോകുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചുണ്ടാകുന്ന ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്തു. Because every child here know the story of Lazarus and his death and Jesus raising him from death. ഇവിടെ ആയിരിക്കുന്ന ഓരോ കൊച്ചുകുട്ടിക്ക് പോലെ ലാസറിന്റെ മരണവും അവിടെ നിന്ന് യേശുക്രിസ്തു ഉയർപ്പിച്ചതെല്ലാം വളരെ മനപ്പാടമാണല്ലോ. So I don't want to kind of really give you a boring sermon out of that one. I will go to chapter 12, but I will touch some of the points from 11. വീണ്ടും അവിടെ നിന്ന് ഒരു ദൂത് ഞാൻ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലോ ഞാൻ അതിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. So chapter 12 we read that there is a dinner there. ഇവിടെ നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു അത്താഴത്തെ പറ്റിയാണ് പറയുന്നത്. So today I want to talk to you about the 2 dinners. 2 അത്താഴങ്ങളെ പറ്റി ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാം. And the things happened around the 2 dinners. അതിന്റെ അവിടെ ആ 2 അത്താഴങ്ങൾക്കിടയിൽ സംഭവിച്ച സംഭവങ്ങൾ നിങ്ങളോട് പറയാം. So this is the first one, and we see that there are a few people that I want to quickly mention. അവിടെ 12-ാം അധ്യായത്തിൽ ഒരു അത്താഴവും അവിടെ ആയിരിക്കുന്ന ചില ആളുകളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. So we see that during the supper or the dinner, Jesus was invited there to honor him. അവിടെ ആ യേശുക്രിസ്തുവിനെ ഒന്ന് ബഹുമാനിക്കാൻ തക്കവണ്ണം അത്താഴത്തിലേക്ക് യേശുക്രിസ്തുവിനെയും വിളിച്ചിരിക്കുന്നതായി നാം കാണുന്നു. And we see that Martha was serving there. മാർത്ത അവിടെ ശുശ്രൂഷ ചെയ്തിരിക്കുന്നത് നാം വായിക്കുന്നു. And then later we see that Mary took a very costly perfume and anointed the feet of Jesus and wiped his feet. വീണ്ടും വായിക്കുന്നു, മറിയ വിലയേറിയ സ്വച്ഛജട മാംസത്തൈലം എടുത്ത് അവിടുത്തെ കാലുകളെ കഴുകുന്നതായി നാം കാണുന്നു. So let me focus the 2 individuals, Mary and Martha here. മറിയയും മാർത്തയും പറ്റി ഞാൻ വീണ്ടും നമ്മൾ ആഴമായി ചിന്തിക്കാം. And Martha happened to be an individual in the Bible kind of God has so many negative or so much bad report. പലപ്പോഴും നമ്മൾ മാർത്തയെ പറ്റി എടുക്കുമ്പോൾ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് മാർത്തയെ നാം കാണുന്നത്. Because Luke's chapter 10 verse 38 onwards we read about that. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം തൊട്ട് നാം ചിന്തിക്കുമ്പോൾ that's a portion that many preachers have preached, that Martha came to Jesus and said, Lord, don't you see that my sister is sitting at your feet and I've been working very hard. Why don't you tell her to come and help me? അവിടെ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മാർത്ത വന്നിട്ട് പറയുന്നു, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് മറിയോട് വന്ന് അങ്ങ് പറഞ്ഞിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. So Jesus said, Martha, you're distracted with many things, but Mary has chosen the right thing, and so nobody will take that away from her. മാർത്ത നീ പലതിനെ ചൊല്ലി വിലപിക്കുന്നു, എന്നാലോ മേരിയോ നല്ലത് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. So from this context we give a lot of credit to Mary, and then sometimes put Martha a little bit down. ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും മേരിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മാർത്തയെ താഴ്ത്തിക്കെട്ടുവാൻ നമ്മൾ നോക്കുന്നുണ്ട്. But let me point in front of you these 2 individuals in a little different perspective. ഈ 2 വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ചില സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. Chapter 11 we know the story that Lazarus became very deadly sick.
അവിടെ 11-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ലാസർ വളരെ മരണകരമായ രോഗത്തിലായിരിക്കുന്നുവല്ലോ. And these two sisters sent a messenger to Jesus and said, come very quickly because your loved friend is really deadly sick. ഈ രണ്ട് സഹോദരിമാരും വളരെ പെട്ടെന്ന് തന്നെ ഒരു ദൂതനെ അയച്ചിട്ട് നിന്റെ അടുത്ത സ്നേഹിതന് സൗഖ്യമായി രോഗമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. But Jesus delayed, and about 4 days later he came, but by the time Lazarus was dead and he was buried. 4 ദിവസം താമസിച്ച ശേഷമാണ് യേശുക്രിസ്തു കടന്നു വന്ന. ആ സമയത്തേക്ക് ലാസർ മരിച്ചടക്കപ്പെട്ടിരുന്നു. So while Jesus was coming to the town, to the village, they got the word that Jesus is coming. ഭവനത്തിലേക്ക് വീണ്ടും ആ ബെഥാനിയിലേക്ക് കടന്നു വന്ന ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവര് ലാസർ മരിച്ച വിവരം അറിയിച്ചു. They came to know about Jesus was coming. So Jesus did not come into their house, but he was only coming. ആ ഗ്രാമത്തിന്റെ അതിരുകളിൽ കടന്നു വന്നപ്പോഴാണ് യേശുക്രിസ്തു വന്നു എന്ന് അവർ അറിയുന്നത്. So Martha ran towards Jesus. മാർത്ത വളരെ പെട്ടെന്ന് തന്നെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു. And she went and told him like this. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പറയുന്നത്. Said, Lord, if you had been here, my brother would not have died. അന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലാസർ മരിക്കയില്ലായിരുന്നു എന്ന് മാർത്ത യേശുക്രിസ്തുവിനോട് പറയുന്നു. And then that is I'm talking about chapter 11 verse 20 onwards. I'm quickly summarizing it. And Jesus said, verse 22, Martha again said, not only that you would have been here, but even now if you ask something, God will give it to you. അത് മാത്രമല്ല ഇപ്പോൾ തന്നെ നീ എന്താ അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. So look at this individual's understanding that if you were here, he would have healed him, he would not have died. But even now, if you ask something, God will give it to you. നീ നോക്കിയ മാർത്ത വ്യക്തമായി പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലാസർ ഉയർക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഇപ്പോഴും അങ്ങൊന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് മാർത്ത പറയുന്നു. So Jesus said, no, your brother will rise again. നിന്റെ സഹോദരൻ വീണ്ടും എഴുന്നേൽക്കുമെന്ന് യേശുക്രിസ്തു മറുപടി പറഞ്ഞു. And look at her knowledge. She said, yes, I know, I believe in resurrection. I know the last day he will resurrect. അവൻ പുനരുത്ഥാനം എനിക്കറിയാം, അതിനെ വിശ്വസിക്കുന്നു എന്ന് ആ അവസാന ദിവസം അവൻ എഴുന്നേൽക്കുമെന്ന് അവൾ വ്യക്തമായി പറഞ്ഞു. Then Jesus said, no, that can happen today. Do you believe? നീ വിശ്വസിക്കുന്നെങ്കിൽ അത് ഇന്ന് തന്നെ സംഭവിക്കും എന്ന് മറുപടി പറഞ്ഞു. And she said, yes, Lord, I believe. ദൈവമേ ഞാൻ അത് വിശ്വസിക്കും എന്ന് പറഞ്ഞു. So look at this Martha, that in my opinion she has a very good understanding of things. നല്ല വ്യക്തമായ കാര്യങ്ങളെ പറ്റി നല്ല വ്യക്തമായ ധാരണയോട് കൂടിയാണ് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ മാർത്ത നിൽക്കുന്നത്. And nothing happens there. All of a sudden after this conversation she is running towards the home. ഈ സംഭാഷണത്തിന് ശേഷം തിരികെ മാർത്ത ഭവനത്തിലേക്ക് കടന്നുപോയി. And she went to home and said, Mary was staying back, said, Mary, teacher is calling you. അവിടെ ഭവനത്തിൽ കടന്നു എന്നിട്ട് പറഞ്ഞു, നിന്നെ ആ ഗുരു അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. And verse 30 that we can see that Jesus had not yet come into the town, but he was in the place where Martha met him. That means this is not happening in the home. Jesus is kind of far away from the home. നോക്കി ഇവിടെ കാണുമ്പോൾ ഇവിടെ അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. I do not know whether teacher said to call him or it might have happened, but anyway, look at the character of this sister. She went and called her and said, come, let's go and meet Jesus. കർത്താവ് മറിയ അന്വേഷിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും മാർത്ത തിരികെ ഭവനത്തിൽ എത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഗുരു അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. So they both of them went to meet Jesus. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. And then Mary is asking the same thing. മേരി ഇതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. Said Lord, first she came and fell at his feet. അവിടുത്തെ ആ പാദപീഠത്തിലേക്ക് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ വീണു. And then he said, if you had been here, my brother would not have died. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. Then when Jesus saw her weeping and the Jews came with weeping, he groaned in the spirit and been troubled. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. Okay, so here is what I want you to come with me. ഇവിടെയാണ് നിങ്ങൾ എന്നോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്.
the question, the conversation started in the same manner. Martha asked Jesus, and the same way Mary asked ഇവിടെ Jesus. നോക്കുമ്പോൾ മാർത്തയും മറിയയും ഒരേ ചോദ്യം തന്നെയാണ് യേശുക്രിസ്തുവിനോട് But you ചോദിച്ചത്. can see that Jesus took Martha into multiple levels, and they were having a very fundamental theological conversation there. അവിടെ മാർത്തയെ പറ്റി നോക്കുമ്പോൾ അവിടെ വേദപരമായ അടിസ്ഥാന ചോദ്യങ്ങളും അതിനെ പറ്റിയുള്ള സംഭാഷണമാണ് But നടന്നത്. Mary asked the question, എന്നാൽ മറിയ ഇവിടെ ഒരു ചോദ്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ and Mary was crying, എന്നാൽ അതിനുപരിയായി അതിന് കരയുന്നത് കാണുമ്പോൾ and all of a sudden Jesus was very different at that point. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് എല്ലാത്തിനും അധികം വ്യത്യസ്തമായാണ് യേശുക്രിസ്തുവിനെ In കാണുന്നത്. Malayalam it says ullam nondu kalangi, മലയാളത്തിൽ പറയുന്നത് ഉള്ളം നൊന്ത് കലങ്ങി എന്നാണ് but in പറയുന്നത്. English there is some problem there. എന്നാൽ ഇംഗ്ലീഷ് വേർഷൻ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. So in KJV says groaned and deeply troubled, ഉള്ളം ഞരങ്ങി എന്ന് പറയുന്നുണ്ട്. and NIV very conveniently took that word because they didn't know how to translate the Greek word, so they just said he was deeply troubled. ഇവിടെ NIV വേർഷൻ പറയുമ്പോൾ വളരെയധികം കുഴങ്ങിയ ഒരു അവസ്ഥയിൽ പ്രശ്നത്തിന്റെ അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്നു. But NLT version and some other ASV, few other versions tried to capture that word a little more meaningful. It said that Jesus was indignated and deeply troubled. അവിടെ NLT വേർഷനിലും മറ്റൊരു വേർഷൻ നോക്കുമ്പോൾ വളരെയധികം നീരസപ്പെട്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ എടുക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു നോക്കി. So now please bear with my translator, because indignation means it is a reaction or an anger developing when you see an unfair treatment on somebody. ഏതെങ്കിലും ഒരു സാഹചര്യം കാണുമ്പോൾ അതിന് വളരെയധികം നീരസപ്പെട്ടിട്ട് ഒരു ഒരു ദേഷ്യഭാവത്തിൽ തന്നെ അതിനോട് എതിരിടുന്നതായിട്ട് നാം കാണുന്നു. So why was he indignant here? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു നീരസപ്പെട്ട് അവളെ നോക്കിക്കൊണ്ടിരുന്നത്? Was he indignant against Mary? മറിയെ നീരസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. No. He was not indignant. That anger, that feeling of the deeply troubled anger, indignation was nothing against any people there. ഇവിടെ ആയിരിക്കും അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് നീരസപ്പെട്ടോ അല്ല ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല അവിടെ യേശുക്രിസ്തു നീരസപ്പെട്ടത്. At that moment he became very indignant because he saw the situation, and Mary was crying, the people were crying, and he knew what happened over there. സാഹചര്യങ്ങളെ കണ്ടിട്ട് അവിടെ ആയിരിക്കുന്ന മറിയ കരയുന്നു, അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന കരയുന്നു, അവിടെ സാഹചര്യങ്ങളെ ആദ്യമായി മനസ്സിലാക്കിയിട്ട്, this is where I want to bring the Christ in the humanity and the divinity. So come with me. What happened here is that when Jesus saw that the sickness and the sin and sickness and death happened in this family, and he was so much indignant, he was so much groaning in his spirit. ഇവിടെ നോക്കിയ ദൈവികത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കടന്നു വന്ന് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന കരച്ചിലിനെ കണ്ടിട്ട് ഉള്ളം കലങ്ങി ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് പ്രതികരിക്കുന്നത് നാം കാണുന്നത്. So the sin, sickness and death was not in the design plan of God. ഇവിടെ പാപമോ മരണമോ ഒന്നും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നില്ല. And that happened because the sickness, the sin and sickness, because of from Garden of Eden onwards, that was not the plan of God. ആദാമിൽ തുടങ്ങി പാപത്താൽ മരണം വരിക്കുന്നത് അതൊരിക്കലും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ളതായിരുന്നില്ല. So Jesus is standing over there, and he is saying that because of sin and death this person died, and he was not raising every dead person in Jerusalem. നമുക്ക് ഇവിടെ വരുമ്പോൾ പാപത്താൽ മരണം ഈ വ്യക്തി മരണപ്പെട്ടു എന്നാൽ എല്ലാവരെയും ഇങ്ങനെ മരിച്ചവരെ ഒന്നും യേശുക്രിസ്തു ഉയർപ്പിക്കുന്നതായി നാം കാണുന്നില്ല. He is coming in front of the one family, and in his divinity he is thinking, he is really angry about the sin and the death happened in the world. ആമേൻ. ആ മനുഷ്യ അവിടെ ചുറ്റും കൂടെ വന്നിട്ട് ആ ദൈവികത്വത്തിൽ അവിടെ പാപത്താൽ മരണം സംഭവിക്കുമ്പോഴാണ് അവിടെ വളരെ നീരസപ്പെട്ട് പ്രതികരിക്കുന്നത് നാം കാണുന്നു. Then we see that he asked, where did you lay him? എവിടെയാണ് ഈ ലാസറിനെ വെച്ചിരിക്കുന്നതെന്ന് അതിനുശേഷം ചോദിക്കുന്നു. Then he is going into the tomb. അതിനുശേഷമാണ് കല്ലറയിലെ അടുത്തേക്ക് പോകുന്നത്. That's where he was weeping. അവിടെയാണ് കർത്താവ് കരയുവാൻ തുടങ്ങുന്നത്. Amen. Hallelujah. You see the two differences here? രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? To Martha, he was going step by step in the theological conversation. വേദത്തിന്റെ
പഠനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മാർത്ത പോകുമ്പോൾ, and to Mary and the crying people, he was crying with them. എന്നാലോ മറിയെ മറ്റുള്ളവർ കരഞ്ഞപ്പോൾ അവരോടൊപ്പം കരയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. This is the Jesus that the people see two different ways today. ഇവിടെയാണ് ഈ നാളുകളിൽ യേശുക്രിസ്തുവിനെ രണ്ട് തലത്തിൽ ഈ നാളുകളിൽ ആളുകൾ കാണുന്നത്. Some people see Jesus as a teacher. He is really teaching us the theology. ഇവിടെ പലപ്പോഴും യേശുക്രിസ്തുവിനെ ഒരു ഗുരുവിനെ പോലെ പഠിപ്പിക്കുന്നവനെ പോലെ കാണുമ്പോൾ, On the other side, some people see Jesus as a compassionate Jesus. ഒരു കരുണയുള്ള ഒരു യേശുക്രിസ്തുവിനായിട്ടാണ് മറ്റുള്ള ഒരു വിഭാഗം കാണുന്നത്. In the church, some people see Martha as only serving and serving and serving. ചില വ്യക്തികൾ മാർത്തയെ ചില ശുശ്രൂഷകളിൽ മാത്രം ഉൾക്കൊണ്ട് കാണുമ്പോൾ, some people see Mary chose the right thing. She is praying and worshiping always at the feet of Christ. ചില വിഭാഗം മേരിയെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ലേഡിയായിട്ട്. But I want to tell you that Mary and Martha are the two sides of a coin. ഒരു നാണയത്തിന്റെ ഇരുവശത്തിലുള്ളതിനെ പോലെയാണ് മാർത്തയും മേരിയും നാം കാണേണ്ടത്. The church of God desperately need so many Marthas these days. ഈ നാളുകളിലെ ദൈവസഭയിലായിരിക്കുന്നവർക്ക് അനേക മാർത്തകളെ ആവശ്യമുണ്ട്. We need people to serve for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷയിൽ ഉൾപ്പെടുന്ന ചില മാർത്തകളെയാണ് സഭയ്ക്ക് ആവശ്യമുള്ളത്. A church cannot have all worshippers and praying people. We need people to do things and serve the Lord. ഓരോ സഭകൾക്കും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ മറിയെ മാത്രമല്ല, ചില ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന മാർത്തകളെയും ആവശ്യമുണ്ട്. And at the same time, church cannot be full of activities and do this thing and program. We need people who sit at the feet of Jesus and receive revelation. ചില സഭകളിൽ എല്ലായ്പ്പോഴും ആക്ടിവിറ്റീസിൽ മാത്രം ഉൾക്കൊള്ളുന്നത് മാത്രമല്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചില മറിയമാരെ ആവശ്യമുണ്ട്. So we cannot finger point at each other. രണ്ടുപേരെയും നമുക്ക് വിരൽ ചൂണ്ടുവാൻ സാധ്യമല്ല. We need both of them. രണ്ടു തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് ആവശ്യമുണ്ട്. And to both the people, Jesus will respond differently. രണ്ട് വിഭാഗക്കാരങ്ങൾ രണ്ട് തരത്തിലാണ് യേശുക്രിസ്തു പ്രതികരിക്കുന്നത്. To a Martha, he will go deeper into teaching. മാർത്തയെ ഒന്നുള്ള വിഭാഗത്തിലേക്ക് ആഴമായി പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് പോകും. But when to a Mary, he will pour his emotion in front of her. എന്നാൽ മറിയയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ തന്നെ സമർപ്പിച്ച ഒരു കരുണയുടെ ഭാവത്തിലേക്ക്. To Martha, Jesus was the full of God. ഒരു മാർത്തയുടെ മുമ്പിൽ ഒരു ദൈവികത്വത്തെ തന്നെ പ്രതിഫലിപ്പിക്കുമ്പോൾ, but to Mary, he was full of human. ഒരു മറിയയുടെ മുമ്പിൽ ഒരു മാനുഷ്യത്വത്തെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. This is what my Jesus is. അതാണ് ഞാൻ പറയുന്ന എന്റെ ക്രിസ്തു. Hallelujah. When you sit in the presence of God, when you do something for him, that itself is a great service for the Lord. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു ശുശ്രൂഷയായി നാം കാണുന്നു. But child of God, there is another precious thing. When you sit in the presence of God, you will get revelation. എന്നാലോ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു വെളിപ്പാട് കിട്ടുന്നതാണ് അതിനെക്കാട്ടിൽ മൂല്യതയേറിയ നാം കാണുന്നത്. Let me prove it to you that one. അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഒന്ന് തെളിയിച്ചു തരാം. Chapter 12 we see that Mary took the ointment and poured at his feet. മറിയ ഈ തൈലം എടുത്ത് യേശുക്രിസ്തുവിന്റെ കാൽപാദങ്ങളിലേക്ക് ഒഴിക്കുന്ന നാം കാണുന്നുണ്ട്. Why she did that one? എന്തുകൊണ്ടാണ് മറിയ അത് ചെയ്തത്? Because she knew that Jesus is not going to be here for too long. ഇവിടെ ആയിരിക്കുന്ന ക്രിസ്തു അധികം നാൾ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന വ്യക്തി. When did she learn that one? എപ്പോഴാണ് അതിനെപ്പറ്റി തിരിച്ചറിഞ്ഞിരുന്നത്? When she was sitting at the feet of Jesus, he was having the conversation. He said, Mary, I am not going to be here. ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് ക്രിസ്തുവിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. And when she got the knowledge that he is not going to be here too long, ആ വെളിപ്പാട് അവിടെ നിന്ന് ആ കാൽപാദത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ she began to think, what am I going to do for my Lord? ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യുവാൻ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട്, when I think of the things that he has done in my life, എന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്തിരിക്കുന്നതെല്ലാം ഓർക്കുമ്പോൾ, I need to do something for him. എനിക്ക് എന്തെങ്കിലും ഇവന് വേണ്ടി ചെയ്തേ കഴിയത്തുള്ളൂ. That's the thought process began to push her to do the best for him. ആ ഒരു ചിന്താഭാരമാണ് ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ട് അവന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാൻ തുടങ്ങിയത്. So she looked around, what can I do? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൾ ചുറ്റുപാടുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. All of a sudden she noted that I have a perfume here. എനിക്കൊരു പരിമള തൈലം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. That is very costly. അത് വളരെ വിലയേറിയതാണല്ലോ. It is a 1 year worth of work needs to be wage has to be given for the perfume. ഒരു വർഷം ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്താൽ വാങ്ങിക്കുന്ന ഒരു തൈലത്തിന്റെ വിലയാണത്. 1 pound of that oil, that
fragrant spikenard oil. ഒരു പൗണ്ട് തൈലം അതെടുത്തിട്ട് Amen. She brought it over. ആ ക്രിസ്തുവിന്റെ പാദത്തിനടുക്കിലേക്ക് കൊണ്ടുവന്നു. She decided, you know what? When I invite him, when he come for the dinner, I am going to do something remarkable. അത്താഴത്തിലേക്ക് അവിടുന്ന് ക്രിസ്തുവിനെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇവന് വേണ്ടി എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. And she didn't think about anybody. മറ്റുള്ളവരെ ചുറ്റും കൂടിയിരിക്കുന്നവരെ പറ്റി ചിന്തിച്ചതേ ഇല്ല. She didn't ask the opinion of a bunch of people. അവിടെ കൂടിയിരിക്കുന്നവരുടെ അഭിപ്രായം ചോദിച്ചില്ല. Hallelujah. Then they would have said, you don't do it. ആരോട് നിന്ന് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞില്ല. Amen. She decided to do. അത് ചെയ്യാൻ തന്നെ അവള് ചെയ്യാൻ തന്നെ. Child of God, when your love compels, you will do things not based on people's opinion. It will be coming spontaneously out of your heart. Hallelujah. നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള പരപ്രേരണയല്ല, ഉള്ളിൽ നിറഞ്ഞു പോകുന്ന ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ തുടങ്ങും. She brought it and she broke it and she began to pour upon his feet and began to wipe. അവിടെ കൊണ്ടുവന്ന ഭരണി പൊട്ടിച്ചിട്ട് അവിടെ ആ തൈലം അവന്റെ കാൽപാദത്തിലേക്ക് പൂശുവാൻ തുടങ്ങി. And then you remember the story. She began to take her hair and began to wipe the feet. തന്റെ തലമുടി അഴിച്ച് ആ പാദം തുടയ്ക്കുന്നതായി നാം കാണുന്നു. And we don't understand why she was doing that way. എന്തുകൊണ്ടാണ് ആ മറിയ അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. For she as a Jewish woman, she know that 2 Corinthians chapter 11 verse 15, Paul said the long hair of a woman is the glory of her. ആ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നീട്ടിയ മുടി അത് സ്ത്രീയുടെ ഒരു മഹത്വമാണെന്ന് ഞാൻ വായിക്കുന്നു. Amen. She was taking her glory down and putting at the feet of her master. ആ മഹത്വമേറിയ മുടി അവൾക്ക് കൊടുത്തിരിക്കുന്ന മുടി എടുത്ത് അവളുടെ നാഥന്റെ പാദം തുടയ്ക്കുവാൻ തുടങ്ങി. She laid it, she undid her hair and laid it on the feet of Jesus. ആ പാദത്തിലേക്ക് മുടി അഴിച്ചിടുന്നതായി നാം വായിക്കുന്നുണ്ട്. Praise God, the expression of love. ആമേൻ. ആ സ്നേഹത്തിന്റെ പ്രകടനമാണ്. She was doing the best she can. അവൾക്ക് കഴിയുന്നതിന് അത്യധികമായി അവൾ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു. And I will come back to that one a little later. That now we see that after she did it, we also see Lazarus was sitting on the table. അവിടെ ലാസറും ആ പന്തിയിൽ ഇരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. Who was Lazarus? ആരാണ് ലാസർ? The previous day he was dead and he was in the grave. ആ കല്ലറയ്ക്കകത്തിരുന്ന മരിച്ച ഒരു വ്യക്തിയായിരുന്നു. Amen. Today he is sitting with Jesus on the feast. ആമേൻ. യേശുക്രിസ്തുവിന്റെ അത്താഴത്തിന് ഇരിക്കുന്ന ഒരു വ്യക്തിയായി നാം ഇന്ന് കാണുന്നു. Hallelujah. Glory to God. And you might think, what is our application? എന്താണ് എന്റെ ജീവിതത്തിൽ ഇത് കാണുന്നത് നമ്മൾ ചിന്തിക്കണം. Ephesians chapter 2 verse 1 says like this. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:1 Every one of us were dead in sin. ആമേൻ. പാപങ്ങളാൽ മരിച്ചവരായിരുന്നു എന്ന് നാം വായിക്കുന്നു. Amen. 5 and 6 says that Jesus raised us from the dead. ആമേൻ. ആ മരണത്തിൽ നിന്ന് നമ്മളെ യേശുക്രിസ്തു ഉയർപ്പിച്ചു എന്ന്. And you and me, just like Lazarus, we are resurrected people. ആമേൻ. ഞാനും നിങ്ങളും ലാസറിനെ പോലെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരാണ്. And we know there will be a feast. അവിടെ ഇനിയും നമുക്ക് ഒരു അത്താഴം ഒരുക്കിയിരിക്കുന്നു. Revelation 19, we know that Jesus said those who are blessed are of the blessed people who are sanctified by the blood of Jesus will be invited for the feast. ആമേൻ. ദൈവത്തെ ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. Amen. There will be a feast for us. നമുക്ക് വേണ്ടി ഒരു കല്യാണ സദ്യ ഒരുക്കപ്പെട്ടിരിക്കുന്നു. Yesterday Lazarus was dead, today he is sitting on the feast with the table. ഇന്നലെ മരിച്ചടക്കപ്പെട്ട ലാസർ ഇന്ന് ക്രിസ്തുവിന്റെ അത്താഴത്തിന് കൂടെ ഇരിക്കുന്നു. I was dead, today I know I am waiting for that feast. ഞാൻ ഇന്ന് മരിച്ചിരിക്കുന്നു, ഇനി ഞാൻ ആ ദൈവത്തിന്റെ സ്നേഹവിരുന്നിനായി ഒരുങ്ങിയിരിക്കുന്നു. Jesus raised me and he gave me an opportunity. I am waiting for that feast. ആമേൻ. എന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വിരുന്നിനായി ഞാൻ കാത്തിരിക്കുന്നു. Okay, now Jesus and Mary took the perfume and she broke it and the house filled with the fragrance. ആ തൈലം എടുത്ത് പൊട്ടിച്ചു. അത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭവനം മുഴുവൻ ആ പരിമള തൈലത്തിന്റെ സൗരഭ്യവാസന നിറഞ്ഞു. I began to think about it. Chapter 11 verse 39, I believe Jesus said, where is he? Where did you lay him? And he said, remove the stone. You know what Martha said? 11-ാം അധ്യായത്തിൽ എവിടെയാണ് ലാസറിനെ വെച്ചത്? കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ എന്താ മാർത്ത പറഞ്ഞതെന്ന് Said it, oh, Master, don't remove that one. It's so decayed and it's rotten stench and it's bad odor. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്നാണ് അവൾ മറുപടിയായി പറയുന്നത്. Praise God. And now
you see the house is filled with the fragrance. ഇന്ന് ഈ ദിവസം നോക്കിയേ, ആ ഭവനം നല്ല നല്ല നറുമണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. What happened? Jesus removed the stench and the bad odor. That was the duty of Jesus. ആ നാറ്റം വെച്ച അവസ്ഥയെ മാറ്റിയിരിക്കുന്ന യേശു ക്രിസ്തു. But somebody has to break the spikenard to fill the house with the fragrance. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ചിലർ ആ ഭരണി ഒന്ന് ഉറച്ചെങ്കിൽ മാത്രമേ സൗരഭ്യവാസന വരൂ. Amen. Some of us, the God has removed the shame and the reproach and the stench and the bad odor from us. ഇവിടെ ആയിരിക്കുന്ന ചിലരുടെ ചില നാറ്റം വെച്ച അവസ്ഥയെ ദൈവം ജീവിതത്തിൽ നിന്ന് മാറ്റിയതല്ലേ? We should have been in that place. നമ്മളും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാൻ. Amen. God did what He's supposed to do. എന്താണോ ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ. But it is our responsibility to open our things and pour the fragrance to fill the house. ഇന്ന് നമ്മൾ പ്രാർത്ഥനയായിരിക്കുമ്പോൾ നമുക്കുള്ളത് ഓപ്പൺ ചെയ്ത് ദൈവത്തിന് സൗരഭ്യവാസനയുള്ള നിൽക്കണ്ടേ? Apostle Paul said, we are the fragrance among the dead and among the perishing and among the ഈ believers. നശിച്ചു പോകുന്നവരുടെ ഇടയ്ക്ക് ക്രിസ്തുവിനുള്ള സൗരഭ്യവാസന നമ്മളായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ. Yes, it is our responsibility. ഇത് നമ്മുടെ കർത്തവ്യമല്ലേ? Jesus removed the stench from us. നമ്മുടെ ജീവിതത്തിന്റെ ചില നാറ്റം വെച്ച അവസ്ഥ യേശു ക്രിസ്തു മാറ്റിയതല്ലേ? But we need to fill the church and the community with the fragrance. ഈ സഭയിലായിരിക്കുമ്പോൾ Hallelujah. നമ്മൾ ആ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തേണ്ടതല്ലേ? But we leave that responsibility for Jesus. നമ്മളെപ്പോഴും ആ ക്രിസ്തുവിനെ പരമേൽപ്പിക്കുവാൻ. He needs to move the stench and He needs to fill the fragrance, and we are the consumers, we are the benefactors of ആ that. ക്രിസ്തു തന്നെ ആ നാറ്റം വെച്ച അവസ്ഥ മാറ്റണം, സൗരഭ്യവാസന നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. നമ്മളെപ്പോഴും അത് അനുഭവിക്കുന്ന ഉപയോക്താക്കളാകാൻ ശ്രമിക്കുകയാണ്. Okay, so now we see that the house filled with the fragrance, and all of a sudden we see a person coming into the scene. ആമേൻ. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി അവിടേക്ക് കടന്നു. ഒരു വ്യക്തിയുടെ Verse 4 we read, one of the disciples, Judas Iscariot, Simon, who would betray him, said, why was this fragrant oil not sold for 300 denarii and given to the poor? എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. Very interesting. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു വാക്ക്. If you study gospel, ഈ സുവിശേഷം നിങ്ങൾ ആഴമായി പഠിക്കുമ്പോൾ this is the first time this guy opens his mouth. ഈ ആദ്യമായി തന്റെ വായ് തുറക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് നാം ഇപ്പോഴാണ്. You don't see this Judas talking anywhere else. ഈ യൂദ സംസാരിക്കുന്നതായിട്ട് നാം എവിടെയും കാണുന്നില്ല. The first conversation is criticism. ആദ്യത്തെ ഒരു സംഭാഷണം ഒരു നിശ്ചിതമായി വിമർശിക്കുന്നതായി നാം കാണുന്നു. And the last conversation, he said only one another conversation in the gospel. അവസാനത്തെ സംഭാഷണം എന്ന് പറയുന്നത് Matthew chapter 27, he said, I betrayed an innocent man and I don't know what to do. ഒരു സത്യസന്ധനായ ഒരുവനെ ഞാൻ ചതിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിച്ചിരിക്കുന്നു, ഒറ്റ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഒന്നുകിൽ വിമർശിക്കുക അല്ലെങ്കിൽ പാര വെക്കുക, രണ്ട് പരിപാടിയെ പുള്ളിക്കുള്ളൂ. ആമേൻ. മലയാളം അതിന് I don't know what is parade English. So, look at it. This man spent 3.5 years with Jesus. 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിനോട് ചെലവഴിച്ച ഒരു വ്യക്തി. 2 conversations are recorded in the Bible. Neither one is of any good image. അവൻ ഈ രണ്ട് സംഭാഷണമാണ് ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് ഒന്നും നല്ലതായിട്ടൊന്നും എടുക്കുവാൻ നമുക്കില്ലല്ലോ. Child of God, there is a lesson to be learned. ഇവിടെ നമ്മൾ ഒരു വ്യക്തമായ പാഠം പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. Let's put him aside and look into our own life. ആ വ്യക്തിയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴമായി നോക്കി. As a child of God, how is my conversation? എന്റെ സംഭാഷണങ്ങളൊക്കെ ഒരു ദൈവ കുഞ്ഞെന്ന നിലയിൽ എങ്ങനെയാ പോകുന്നത്? When I talk to other people, what do I say? ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് സംസാരിക്കുന്നത്? Am I an encourager to the people in the church? ഞാൻ ഇവിടെ ആയിരിക്കുന്ന സഭയിലായിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ഞങ്ങൾ എൻകറേജ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. I mean, some people worship differently, some people act differently, but is it me walk around with a club every time to hit on somebody's head? Is it that's the way I am? മറ്റുള്ളവരെ ആരാധിക്കുമ്പോഴേ മറ്റുള്ളവരെ പ്രാർത്ഥിക്കുമ്പോഴേ അവരുടെ കൂടെ ചെന്നിട്ട് അവരെ ഇടിച്ചതാക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ ജീവിതം? Praise God, he began to criticize. ഇവിടെ വളരെ നിശിതമായി വിമർശിക്കാൻ തന്നെ തുടങ്ങി. And then
You all know he wasn't too concerned about the poor or anything. He's just putting a facade that he is a great guy. ദരിദ്രന്മാരെ കുറിച്ച് വലിയ ചിന്ത ഉണ്ടായിട്ടൊന്നും അല്ല, എന്നാൽ അവന്റെ മുഖംമൂടി അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. So by the criticism, Jesus said, leave this woman alone. മറിയെ അങ്ങനെ വിട്ടേക്കുക എന്ന് പറയുന്നു. So understand one thing, this, I don't want to fail to not mention that one. So when this Judas said this thing, every other disciples went along with it. യൂദ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ചുറ്റുകൂടുന്ന മറ്റു ശിഷ്യന്മാരും ഒരുപക്ഷെ അവനോടൊപ്പം പോയിരുന്നു. Not a single one said, hey, man, just move away. What she did is a really good thing. അമ്മൻ ഇത് കണ്ടപ്പോൾ ഒരു പക്ഷേ എടാ അങ്ങനെ പറയരുത്, അവൾ ചെയ്തത് നല്ലത് എന്ന് ഒന്ന് പറയാൻ തക്കണോ ആരും ശ്രമിച്ചില്ല. I believe this is the current church that sometimes we're silent partners for this kind of things. I'm not saying stand up and raise a big fight over there, but there are times that we need to stand for what we believe, and we should be bold enough to say that one. ഈ കാലഘട്ടത്തിലെ സഭയിലും നാം ഒരുപക്ഷെ സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് വാഗ്വാദത്തിൽ അകപ്പെടണമെന്നല്ല, എങ്കിലോ അത് പറയാനുള്ള ഒരു ആർജവം, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള ഒരു ആർജവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. But you know what will happen? After that thing and nothing said, when we go home, we got so many things to say about this thing. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു പക്ഷെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും അതിനെപ്പറ്റി നിങ്ങൾ അന്യോന്യം സംസാരിക്കാറുണ്ട്. Why don't you say that, brother or sister, that let's do the right thing? ആമേൻ. ഇവിടെ ആയിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ So അനുസരിച്ച് this fellow joined with him, and now Jesus said, leave her alone. ആമേൻ. ഇത് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു അവളെ വിട്ടുപോകുക എന്ന് പറയുന്നു. And we can see that verse 8, Jesus said, let her alone, and she kept this for the day of my burial. അവളെ എന്റെ ആ മരണത്തിനെ ഓർമ്മിപ്പിക്കുന്നതെന്ന് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു. Brothers and sisters, did any one of the disciples ever comprehended the death and burial of Jesus? ഇവിടെ ആയിരിക്കുന്ന ശിഷ്യന്മാർ ആരെങ്കിലും ഈ ശവസംസ്കാരമോ മരണമോ ശവസംസ്കാരമോ എന്തിനെ പറ്റിയെങ്കിലും അവർ ചിന്തിച്ചതായിട്ട് നാം കാണുന്നുണ്ടോ? Every time we learn that none of them really got the grip of it. They didn't understand. This lady who had the opportunity to sit at the feet of Christ got the revelation of what is going to happen, and she knew that I'm not going to wait. I am going to do what I'm supposed to do, and she came and did what's supposed to be done at the burial place. എന്താണ് ശവസംസ്കാരത്തിന് മുമ്പേ ചെയ്തെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാ ആ പരിമള തൈലം ഉടച്ചവന്റെ കാൽപാദത്തിൽ ഒഴിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ അവിടെ ആയിരിക്കുന്ന ശിഷ്യന്മാര് ഇതിനെപ്പറ്റി ഒന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. They did not do what they're supposed to do. എന്താണ് യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യേണ്ടതെന്നത് ശിഷ്യന്മാർ ചെയ്തില്ല. Rather they criticized this woman's act of worship. ആ മറിയ എങ്ങനെയാണോ ക്രിസ്തുവിനെ സേവിച്ചത് അതിനെ നിശ്ചിതമായി വിമർശിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. Okay, so I let me quickly go to chapter 13. 13-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. Where we see that now before the feast of the Passover, when Jesus knew that his hour has come, he should depart from this world. The Father, having loved his own who were in the world, he loved them to the end. And at the supper being ended, the devil, having already put it into the heart of Judas Iscariot to betray him. ആമേൻ. പെസഹ പെരുന്നാളിന് മുമ്പേ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. This is another dinner. ഇതാ മറ്റൊരു അത്താഴമായി നാം കാണുന്നു. And we can see that here couple of people I want to point out, and then I will conclude my message. 2-3 വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ദൂത ഇവിടെ First, Jesus loved these disciples really to the end, meaning full extent he loved them. അവസാനത്തോളം തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച യേശുക്രിസ്തു. And then we also know that by the time the dinner was taking place, Satan had put a thought into the heart of Judas. അത്താഴമായപ്പോൾ പിശാച് യൂദായുടെ ഉള്ളത്തിൽ ഒരു ചിന്ത കൊടുത്തു എന്ന് പറഞ്ഞു. Yeah, we just come with me now. It's only a thought in the heart of Judas. ഈ സമയത്തേക്ക് ഒരു ചിന്ത മാത്രമാണ് ആ യൂദായുടെ ഉള്ളിൽ കൊടുത്തത്. And then we see that verse 3,
Jesus, knowing that the Father had given all things into his hands. പിതാവ് തന്റെ കയ്യിൽ എല്ലാം തന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു. I want you to pay attention to that word. Father has given everything in the hands of Jesus. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് പറയുന്നു. And at that time he rose from the supper and laid aside his garment and took the towel and verse 5 he say, and after that he poured water into the basin and began to wash the feet of the അവൻ അത്താഴത്തിൽ disciples. നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഉരുവെച്ച് തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തുടങ്ങി. The previous dinner, Mary was anointing the feet of Jesus with a perfume, and she wiped the feet of the Jesus. ആമേൻ. കഴിഞ്ഞ അധ്യായത്തിൽ മേരി അത്താഴത്തില് മേരി പരിമള തൈലം ആ കാലിൽ പൂശി തുടയ്ക്കുന്നത് നാം കണ്ടു. That was the best that she could do. അവൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും അത്യധികമായിട്ടുള്ളതാണ് അവൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്തത്. But now, a second dinner, the disciples are sitting, and the Father had given everything in this world in the hand of Jesus. ആമേൻ. രണ്ടാം അധ്യായത്തിൽ അത്താഴത്തിലേക്ക് വരുമ്പോൾ ആ പിതാവ് തന്റെ കയ്യിൽ എല്ലാം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. Yeah, Jesus had the authority, and anything in this world, hundreds and thousands of angels, or whatever in this world, anything that he wanted, he was given in the hand of Jesus. ആമേൻ. ഈ കാണുന്നത് കാണാത്തതുമായ സകല അധികാരവും ആ പിതാവ് തന്റെ കയ്യിൽ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. And what did Jesus do? എന്നിട്ടും എന്താണ് യേശു ക്രിസ്തു ചെയ്തത്? He took a basin and a towel. ഒരു പാത്രവും ഒരു തുണിയും എടുത്തിട്ട്. Child of God, when I am given everything in this world, everything that I can possibly have in my hand, what will I choose? ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാം എൻ്റെ കയ്യിൽ നൽകപ്പെട്ടാൽ ഒരു പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി എന്തായിരിക്കും? The creator of the universe, the one who brought galaxies into place and designed everything, he had every power. You know what he chose? ആമേൻ. എല്ലാ സകലത്തിനും അധികാരമായ എല്ലാ സൃഷ്ടികളുടെയും അധികാരമായവന് എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? He chose a towel and a basin. ഒരു പാത്രവും ഒരു ടവലും എടുത്തിട്ട്. And he put his garment away. അവന്റെ തുണി ഊരി മാറ്റി വെച്ചിട്ട്. This portion, when I thought about it, I couldn't meditate any further. ആമേൻ. അത് വായിക്കുമ്പോൾ എനിക്ക് പറ്റൊന്നും മെഡിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. And I began to think about it. This is the second time he is doing this. ആമേൻ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത് കാണുന്നത്. In the heaven with all glory he had. ആമേൻ. ആ സ്വർഗ്ഗത്തിൽ സർവ്വ മഹത്വമുള്ളവന് Apostle Paul began to put in Philippians chapter 2 that he laid away the garment of glory. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു തന്നെ തന്റെ ദൈവികത്വത്തെ മാറ്റിവെച്ചു. I mean, he put away the glory. ആ മഹത്വത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് He took the form of a human. ഒരു മനുഷ്യ ഭാവം എടുത്തിട്ട് He came into this world. ഈ ലോകത്തിലേക്ക് വന്ന് And now he put even that garment away. ഈ ലോകത്തിൽ വീണ്ടും തന്നെ ചുറ്റിയിരിക്കുന്ന ആ വസ്ത്രമൂരി മാറ്റിവെച്ചു. He took the form of a slave. ഒരു അടിമയുടെ സ്വഭാവം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. And he took the towel and the basin. ഒരു പത്രം ഒരു തുണിയും എടുത്തിട്ട് And he began to wash the feet of the disciples. ഒരു ദാസനെ പോലെ ചുറ്റും കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ തുടങ്ങി. He passed one by one. ഓരോ വ്യക്തികളുടെയും കാലുകൾ കഴുകി. And he came to the feet of Judas. യൂദായുടെ കാൽപാദത്തിന് അടുക്കലെത്തുമ്പോൾ He is the one now who know the last time when Mary washed the feet, he criticized her. അവൻ തന്നെയാണല്ലോ മേരി ചെയ്തപ്പോൾ നിശ്ചിതമായി വിമർശിച്ചത്. Now he knows that the Lord is in front of him. തന്റെ കർത്താവാണ് തന്റെ മുമ്പിലായിരിക്കുന്നത് തിരിച്ചറിഞ്ഞു. Oh, hallelujah, glory to God. What will you do at that point? ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? The problem was that Jesus knew what was in his heart.
എന്താണ് അവന്റെ ഉള്ളത്തിലുള്ളതെന്ന് നന്നായി തിരിച്ചറിയുന്നു. Chapter 2, 12 verse 3, I pointed out to you that the Satan had put a thought in his heart. 12:3 വായിക്കുമ്പോൾ ഒരു തോന്നൽ പിശാച് അവന്റെ ഉള്ളത്തിൽ കൊടുത്തിരുന്നു. And he has been behaving in a different manner all this time. ഈ സമയത്തോടെ മറ്റൊരു സ്വഭാവത്തിൽ കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തി. He was stealing and conniving and all those things and all the conversations he was having with the priests and the leaders. Jesus knew everything. അവന്റെ മതപുരോഹിതന്മാരുമായിട്ടുള്ള സംഭാഷണങ്ങൾ എല്ലാം ക്രിസ്തുവിനെ നന്നായി തിരിച്ചറിയുന്നു. And after knowing all those things, he knew this is the last day that I am going to be on earth. ആമേൻ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് അവസാന ദിവസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് And the last day to save this man, അവസാനമായി ഒന്ന് രക്ഷിച്ചെടുക്കുവാനുള്ള ഒരു സാഹചര്യം he began to go and fell at his feet and began to wash. ആ കാൽപാദത്ത് യൂദായുടെ കാൽപാദത്തിന്റെ താഴിലേക്ക് He മുട്ടുകുത്തി. was giving an opportunity for this man to repent. ഒരു തവണ കൂടി മാനസാന്തരപ്പെടുവാനുള്ള ഒരു സാഹചര്യം. This was his last opportunity. ഒരു അവസാന അവസരം അവന് കൊടുത്തിട്ട് But this man ignored it. അതുപോലെ നിരസിച്ചു കൊണ്ടുപോകുന്നു. And he walked, after completing the supper, he walked away. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ ആ മുറിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ. Chapter 12 verse 27 said, at that moment Satan entered into his heart. 12:27 വായിക്കുമ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ കടന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. Before it was only a thought. അതിനു മുമ്പ് ഒരു തോന്നൽ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. Now the last opportunity wasted, Satan entered into him. അവസാന അവസരം പാടെ നിരസിച്ചതുകൊണ്ട് പിശാച് അവന്റെ ഉള്ളിൽ കടന്നു എന്ന് നാം Child of God, this is the dangerous situation. ഇതാണ് അപകടമായ ഒരു സാഹചര്യം എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു. Sometimes Satan will bring a thought into our heart. ചില സമയങ്ങളിൽ പിശാച് ചില തോന്നലുകൾ നിങ്ങളുടെ ഉള്ളിൽ But കൊണ്ടുവരും. when the word of God and the Holy Spirit come near to you, because God loves you, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ വരും. Jesus may not literally come and wash your hand or feet this day, ഈ നാളുകളിൽ ദൈവം യേശുക്രിസ്തു നിങ്ങളുടെ കാല് കഴുകാൻ വരത്തില്ല. but God is giving an opportunity. എന്നാലോ ദൈവം നിങ്ങൾക്ക് ചില അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുവരും. Amen is saying, can you reconcile now? ഇന്ന് നിങ്ങൾക്കൊന്ന് റിക്കൺസൈൽ ചെയ്യാൻ, Can you repent now? നിങ്ങൾക്കൊന്ന് മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാമോ? Jesus had an opportunity to fall at the feet of Jesus and say, Lord, Master, I am a sinner. Don't wash my feet. ആമേൻ. ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നെ കഴുകണ്ട എന്ന് പറയാമോ? Oh, then he would have had a chance over there. എന്നാൽ അവൻ ആ വ്യക്തിക്ക് ആ ഒരു അവസരം ലഭിച്ചേനെ. But he did not. എന്നാൽ അവൻ അത് ചെയ്തില്ല. He ignored. അവൻ അതിനെ നിരസിച്ചു കളഞ്ഞു. We know his life was a wasted life. അവന്റെ ജീവിതം പാടെ ഒരു വേസ്റ്റ് ലൈഫായിട്ട് മാറിയില്ലേ? So let me conclude by saying this thing. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ന്യൂസ് അവസാനിപ്പിക്കട്ടെ. Church has the same situation. ഇന്നത്തെ സഭകൾക്ക് ചില ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ കൂടെയല്ലേ കടന്നു പോകുന്നത്? Church has all these characters. എല്ലാവിധ സ്വഭാവങ്ങളും അടങ്ങിയ ഒരു സഭയിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? Church has Marthas. മാർത്തമാരെ പോലുണ്ട്. And they do the work and the service for the Lord. ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ചില ശുശ്രൂഷകളെ ചെയ്തെടുക്കുന്ന മാർത്തമാർ. Church also has Marys. ചില സഭകളിൽ മറിയമാരുമുണ്ട്. I mean, they sit in the presence of the Lord and receive revelation. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകളെ സ്വീകരിക്കുന്ന They are the praying and worshippers of the church. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ചില മറിയമാര്. And we have Lazarus in the church. നമ്മുടെ ലാസർമാരും ഈ നമ്മുടെ സഭകളിലുണ്ട്. We don't see anything he publicly declared, but he was a living testimony. എന്നാൽ അവൻ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് സഭകളിൽ. I was dead and God raised me. ഞാൻ മരിച്ചവനായിരുന്നു എന്ന് ദൈവം എന്നെ ഉയർപ്പിച്ചു. That's a testimony every one of us can say. അങ്ങനെയുള്ള ഒരു സാക്ഷ്യമാണ് ജീവിക്കുന്ന സാക്ഷ്യം. I was dead in sin and transgression, my God raised me. എന്റെ പാപത്തിലും അതിക്രമത്തിലും ഞാൻ മരിച്ചവനായിരുന്നു എന്ന് ദൈവം എന്നെ ഉയർപ്പിച്ചു. I am a living testimony. ഞാനൊരു ജീവിക്കുന്ന സാക്ഷ്യമാണ്. I am a living witness. ഞാനൊരു ജീവിക്കുന്ന സാക്ഷിയായി. So it's not only work, not only worship, not only witness, but look at the life of Judas. ആമേൻ. ഞാൻ ജോലി സ്ഥലങ്ങളിലോ മറ്റിടങ്ങളിലോ എന്നല്ല, യൂദയുടെ ജീവിതം നോക്കിയേ. He is a wasted life. അവന്റെ ജീവിതം പാഴാക്കി കളഞ്ഞില്ലേ? Oh, lost all the opportunity. അവന് കിട്ടിയ അവസരങ്ങളെല്ലാം പാടെ നിരാകരിച്ചില്ലേ? He wasted everything. അവൻക്കുള്ളതെല്ലാം പാഴാക്കി കളഞ്ഞില്ലേ? I mean, what about us? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പറ്റിയും എങ്ങനെയാണ് ചിന്തിക്കുന്നത്? Let us close our eyes and meditate 1 second.